ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ NIOS +2 കൊമേഴ്സ് ഗ്രൂപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരാണോ? ഒട്ടേറെ തൊഴിൽ സാധ്യതകളുള്ള ഈ ഒരു കോഴ്സിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബിസിനസ് സ്റ്റഡീസ്. നിങ്ങളെ വിജയത്തിന് ഒരുപാട് സഹായിക്കുന്ന ഈ ഒരു വിഷയത്തിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കമ്പനി ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന ഭാഗത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു അധ്യായത്തിൽ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, വിവിധ തരത്തിലുള്ള കമ്പനികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവയെല്ലാം തന്നെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ എന്താണ് ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാല്, കമ്പനി രൂപീകരണത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ എന്ന് പറയുന്നത്. LH ഹെയ്ൻ ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ created by law having separate legal entity with a perpetual succession and a common seal. നിയമപരമായിട്ട് ഒരു വ്യക്തിത്വവും സ്ഥായി ഭാവവും പൊതുമുദ്രയുമുള്ള നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്ത്, ഒരു കമ്പനി എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യും, ബാങ്ക് ലോണുകളൊക്കെ അനുവദിക്കും അല്ലെ? എന്തുകൊണ്ടാണ്? ആ കമ്പനി അവിടെ എന്താണ്, പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ലോൺ ഗ്രാന്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് MNC, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ? സാധാരണയായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്കിന്. എന്താണ്? ബഹുരാഷ്ട്ര കമ്പനികൾ. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള കമ്പനികളാണ് ഇത്, ഈ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറയുന്നത്. അവ വിദേശ കമ്പനികളാണ്. കൊക്കക്കോള വിദേശ കമ്പനിയാണ്, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്തുണ്ട്, അവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. സോണി, ഹ്യൂണ്ടായി, ഇവയൊക്കെ എന്താണ്, മൾട്ടിനാഷണൽ കമ്പനികളാണ്. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടിയോ നിയന്ത്രണത്തിലും നടത്തിപ്പിലും ഉടമസ്ഥതയിലുമുള്ള സ്ഥാപനങ്ങളാണ് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അവയുടെ ലക്ഷ്യം എന്താണ്? ജനസേവനങ്ങളാണ്. എന്താണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ഇവയുടെ വ്യത്യാസം എന്താണ്? സാധാരണയായിട്ട് തുടർച്ചയായിട്ടും ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദീകരണങ്ങളും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ്. ക്ലാസ്സുകൾക്കായിട്ട് ഉടൻ ജോയിൻ ചെയ്തോളൂ നാഷണൽ അക്കാദമിയിലേക്ക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.